പ്രകൃതിദത്തമായ ആഹാരമാണ് ഞാൻ കൂടുതലും വെച്ച് കൊടുക്കുന്നത്. ഇവിടെ വരുന്നവർക്കും അങ്ങനെയാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഭ്രാന്ത് ആണെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? മൈര, നിനക്കാണ് ഭ്രാന്ത്. നീ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ പേര് അങ്ങാടി കടയിലോ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലുകളിലോ ചെന്ന് ഞാൻ ഇത്രയും മരുന്ന്, പച്ചില മരുന്നിൻ്റെ പേര് പറഞ്ഞു, അവിടെ എല്ലാം തന്നെ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. കേട്ടോടാ പൊട്ട, പ്രാന്ത, വട്ട. നിനക്കെങ്ങാണ്ട് ലോകപരിചയമുണ്ടോ? ഇല്ല. ലോകപരിചയമില്ല, കഴിവുമില്ല, സാമർഥ്യമില്ല, ഒന്നുമില്ല. നീയാണ് അസൽ വട്ടൻ കേട്ടോ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് കോണിൽ പോയാലും ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ മുൻപന്തിയിൽ നിൽക്കും. അറിയാമോ മൈര? നിന്നെ ഈ ഭാഷയിൽ വേണം ശാസിച്ച്. നീ നേരാവണ്ണം ആവത്തില്ല. ആദ്യം നീ എന്ത് ചെയ്യണം? എൻ്റെ അത്രയും കഴിവും ക്വാളിറ്റിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടാക്കണം. ആ പൊട്ടനെ ചെവിക്കകത്ത് പിടിച്ച് കറക്കി വലിച്ചെടുത്ത് ചവിട്ടി തേച്ച് നിന്നെ ഞാൻ ഉണ്ടല്ലോ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി 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 അരയ്ക്കും. എന്നിട്ട് മുക്കൂറ്റി കൊണ്ട് കാണിക്കും. എന്നിട്ട് നല്ല ആയുർവേദ ഹോസ്പിറ്റലുകൾ, ആയുർവേദം അറിയാവുന്നവരുടെ മുമ്പിൽ ചെന്നിട്ട് നിന്നെയും കൂടെ ഞാൻ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ ചോദിക്കും, മുക്കൂറ്റിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ മയിലിനോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ പറയും. കേട്ടല്ലോ? അപ്പൊ നിന്നേക്കാൾ അറിവും ബോധവും ഒക്കെ ഉണ്ട് എനിക്ക്. അത് വട്ടല്ലടാ മയിലേ, നീ അത് തന്നെ കേൾക്കണം. എന്നെ വട്ടത്തിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ രാസമരുന്നുകൾ ഉരുട്ടിയെടുത്ത ഗുളികയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ആഹാരം പോലെ ആക്കി ഞാനിവിടെ കൊടുക്കുന്നു. അതിനുള്ള ഗുണവും എനിക്ക് കിട്ടുന്നുണ്ട്. കാറ്റേ മക്കളെ, ഇവിടെ തന്നെ കിടന്ന് കുണച്ച് കിടന്ന് ഇങ്ങനെ കിടന്ന് കാറ്റടിക്കാതെ ഇറങ്ങിപ്പോവും, ദൂരോട്ട് പോകും. നോക്ക്, ആ ടിൻഷീറ്റ് മൊത്തം എടുത്ത് നശിപ്പിച്ച് കളയാനായിട്ട് വന്നു. ഇവിടെ നിൽക്കണ്ട, പൊക്കോ 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 പൊക്കോ. ഓ ഇവിടുന്നാണോ വന്നത്? ഇതുവഴി വന്ന് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് കയറുക, അങ്ങോട്ട് പോകും. സൂക്കേട് തീർന്നു. ഇത്രയുള്ളായിരുന്നു കുഴപ്പം. തീർന്നില്ലയോ? നിന്റെ കഴപ്പങ്ങ് തീർന്നു.